ഇപ്പൊ ഇത് റീ റിലീസിന്റെ സമയമാണല്ലോ. മമ്മൂട്ടിയുടെ പാലേരി മാണിക്യം എന്ന് പറയുന്ന ഭയങ്കര ഗംഭീരമായ ഒരു പടമാണ്. ആ പടം റീ റിലീസിന് വന്നിട്ടുണ്ട്. ഫാൻസുകാർ പോലും സിനിമ കാണാൻ കയറിയില്ല, പല ഷോയും ക്യാൻസൽ ചെയ്തു എന്നൊരു വാർത്ത ഞാനിപ്പോൾ കണ്ടു. ഇതിന് മുമ്പ് റീ റിലീസ് വന്നത് മോഹൻലാലിന്റെ 2 സിനിമകളാണ്. ഒന്ന് ദേവദൂതൻ 30 വർഷങ്ങൾക്ക് ശേഷം വന്നു, 2 മണിച്ചിത്രത്താഴ്. 2 സിനിമയ്ക്കും ഗംഭീര റെസ്പോൺസ് ആയിരുന്നു, നല്ല രീതിയിൽ കളക്ഷനും കിട്ടും. അന്ന് പൊട്ടിപ്പോയ ദേവദൂതൻ ഈ പ്രാവശ്യം സക്സസ് ആവുമെന്ന് നമ്മൾ കണ്ടു. ഈ മോഹൻലാലിനെ നമ്മൾ എത്ര കളിയാക്കിയാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മോഹൻലാലിന്റെ കരിയറിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പല സിനിമയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദേവദൂതനായാലും മണിച്ചിത്രത്താഴൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടു, എന്നിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി ആ എക്സ്പീരിയൻസിന് വേണ്ടിയാണ് പോകുന്നത്. ഇനി തേന്മാവൻ കുമ്പത്ത് വരുന്നു എന്ന് പറയുന്നത് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ചെയ്തു വെച്ചിരിക്കുന്ന നടന്റെ പേര് മോഹൻലാലിനാണ്. ഇപ്പോ മോഹൻലാൽ പുറകോട്ടാണെങ്കിലും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ബഹുദൂരം മുന്നിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ?